എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും. എന്റെ ശബ്ദവും എൻ ധ്വനികളും നീ എനിക്കു തന്നതൊക്കെയും. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിന് മുമ്പിൽ ഞങ്ങളായിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനം അതേ ആത്മാവിനാൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. പുത്രൻ മൂലം അപേക്ഷ സ്വീകരിക്കുമാറാകണമേ. ആമേൻ. ഉത്തമ കുടുംബിനിയായിരുന്നെങ്കിലും കഷ്ടതയുടെ തീച്ചൂളയിൽ പറഞ്ഞുപോയ ഒരു വാക്കിനെ ചൊല്ലി ഇന്നും ക്രൂരമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ് പാവം. ആ സഹോദരിയോട് എനിക്ക് അടുപ്പം തോന്നിയത് തികച്ചും യാദൃച്ഛികം. ഏതാണ്ട് 20 വർഷങ്ങൾക്കപ്പുറം. ഇയ്യോബിനെ പറ്റി പ്രസംഗിച്ചാലും ദൈവജനത്തിന്റെ കഷ്ടതയെപ്പറ്റി പ്രസംഗിച്ചാലും ഇയ്യോബിന്റെ ഭാര്യ പരാമർശിക്കപ്പെടും. 10 മക്കൾ ഒറ്റ ദിവസം കെട്ടിടം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെടുന്നു. കൂടെ തന്നെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുന്നു. ഭാര്യയെപ്പറ്റി പറയുന്നതോ ഭർത്താവിന് തുണ നിന്നില്ല, ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നൊക്കെയല്ലേ. ഒരിക്കൽ എന്റെ ചിന്ത അവിടെ ഉടക്കി. 10 മക്കളെ നൊന്ത് പ്രസവിച്ചവൾ, അവരെ വളർത്തി കുടുംബസ്ഥരാക്കി കൊച്ചുമക്കൾ ഉൾപ്പെടെ നഷ്ടപ്പെട്ട് ഇതാ ഭർത്താവ് രോഗിയായി കാണുമ്പോൾ ആ സ്ത്രീയുടെ അവസ്ഥ എന്താ? അവരാരാ? ഇരുമ്പോ കല്ലോ പുതുണ വല്ലോ ആണോ? അവർക്കാരാ തുണ? ഞാൻ പലരോടും ചോദിച്ചു, ഇയ്യോബിന്റെ ഭാര്യയെപ്പറ്റി എന്തെങ്കിലും നല്ലത് പറയാനുണ്ടോ? പല പുസ്തകം റെഫർ ചെയ്തു. ഇല്ല, ഒന്നുമില്ല. ചിലരുടെ മുഖം കണ്ടാൽ തോന്നും വേറെ ഒന്നുമില്ലേ പഠിക്കാനും ചിന്തിക്കാനും. ഞാൻ പിന്മാറിയില്ല. ഞാൻ അങ്ങ് പോയി ഊസ് ദേശത്ത് കൂടെ താമസിക്കാൻ. 40 വർഷം മോശ പോയി താമസിച്ച മിദ്യാനടുത്ത് നോർത്തേൺ അറേബ്യയിലുള്ളൊരു ദേശമാണ് ഊസ്. അതുകൊണ്ട് മോശയാണ് ഈ പുസ്തകം എഴുതിയതെന്നും അല്ല, ശലോമോനാണെന്ന് മറ്റൊരു അഭിപ്രായമുണ്ട്. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. 42 അധ്യായം 16 വാക്യം വായിച്ചാൽ കഷ്ടാനന്തരം 140 വർഷം ഇയ്യോബ് ജീവിച്ചിരുന്നതായി കാണാം. അപ്പോൾ തന്റെ ആയുസ് 200 വർഷമെന്ന് കണക്കാക്കി അബ്രഹാമിന്റെ കാലത്ത് പാട്രിയാർക്കൽ പീരീഡിൽ ഇയ്യോബ് ജീവിച്ചിരുന്നതായി വിശ്വസിക്കുന്നു. താൻ മഹാസമ്പന്നനായിരുന്നു. പട്ടണവാതിൽക്കൽ താൻ ന്യായപാലനം നടത്തിയിരുന്നതായി കാണുന്നു. യൗവനക്കാർ, വൃദ്ധന്മാർ, പ്രഭുക്കന്മാർ എല്ലാവരും തന്നെ ബഹുമാനിച്ചു. സാധുജന സഹായി, സാധുജന സംരക്ഷകൻ എന്ന നിലയിലും അദ്ദേഹത്തെ പറ്റി പറയുന്നുണ്ട്. പ്രാരംഭമായി ഇയ്യോബിന്റെ 1 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഊസ് ദേശത്ത് ഇയ്യോബ് എന്നു പേരുള്ളൊരു പുരുഷനുണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അവൻ 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വദിഗ്വാസികളിലും മഹാനായിരുന്നു. അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്നു കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ചു വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷെ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. ഇത്രയും വായിച്ചതിൽ നിന്ന് ഇയ്യോബ് നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ടകലുന്നവൻ ആയിരുന്നു. അദ്ദേഹത്തിന് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമുണ്ടായിരുന്നു. പുത്രസമ്പത്ത് 10 മക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം മഹാധനവാനായിരുന്നു. വളരെയധികം മൃഗസമ്പത്തുണ്ടായിരുന്നു. കുടുംബത്തിന്റെ പുരോഹിതനായിരുന്നു. ന്യായപാലകൻ, ഉപദേഷ്ടാവ്, ഈ നിലയിലൊക്കെ അദ്ദേഹം വിളങ്ങി. ശേബാരാജ്ഞി പറഞ്ഞതുപോലെ കേട്ടറിഞ്ഞതിനേക്കാൾ അപ്പുറമായിരുന്നു തന്റെ മഹത്വവും പ്രതാപവും. പ്രഭുക്കന്മാരുടെ പ്രഭുവായി സകല പൂർവ്വദിഗ്വാസികളിലും മഹാനായി മുഴുപ്രഭാവത്തോടെ വിളങ്ങുന്നതിന് ഉൽപ്രേരകമായത് തന്റെ ഭാര്യയാണ്.
നെവർ ഓവർലുക്ക് എ വുമൺ ഹു മേക്സ് യു എ ബെറ്റർ മാൻ. എ ഗുഡ് വൈഫ് ബ്രിങ്സ് ഔട്ട് ദ ബെസ്റ്റ് ഇൻ ഹിം. അതെ, അവൾ തക്ക തുണയായിരുന്നു. ഇത്രയും ആമുഖത്തോടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നാം വീണ്ടും കാണും വരെയും ദൈവം തന്റെ വിസ്താരമേറിയ ചിറകടിയിൽ നമ്മെ കാക്കുമാറാകട്ടെ. ആമീൻ.